ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എംബംഗസിൻ്റെ ഗെയിമാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂ ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടീമിൽ കുറച്ച് പേരുണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ. ഞാൻ നിങ്ങൾ സ്വന്തം മനസ്സിലാപ്പിച്ചു. അപ്പോൾ നമുക്ക് എംബംഗസിലൂടെ പോകാം. പ്ലേ സ്റ്റാർട്ട് ചെയ്ത് ലോക്കൽ ഉണ്ടെന്ന് വെച്ചാൽ നെറ്റൊന്നും ഇല്ലാത്തവർക്ക് ലോക്കലായിട്ട് കളിക്കാം. ഓൺലൈനുണ്ട്. ക്രിയേറ്റ് ഗെയിം എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമുക്ക് അവരെല്ലാവരും ഇതിലോട്ട് ഈ കോഡ് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കയറാം. അപ്പോൾ എൻ്റെ കോഡ് എന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇപ്പോൾ ക്രിയേറ്റ് കോഡ് കൊടുത്തു കഴിച്ചു. അപ്പോൾ നമുക്ക് എൻ്റെ കോഡ് എടുത്തിട്ട് അവർ പറയുന്ന കോഡ് അടിച്ച് നമുക്ക് അവരോട് കളിക്കാം. ഇതിപ്പോൾ ഫൈൻഡ് ഗെയിം കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് ഇതിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് എടുക്കാം. ഇതിനകത്ത് ഇമ്പോസ്റ്റർ ആവാമെന്നാണ് മെയിൻ. ഇത് ഇമ്പോസ്റ്റർ ആയാലും ആദ്യം പറയരുത്. അതാണ് ഗെയിമിൻ്റെ റൂൾസ്. പറഞ്ഞാൽ പിന്നെ ഗെയിമിൻ്റെ ഇത് പോവും, ഒരു വൈബങ്ങ് പോവും. സ്റ്റാർട്ടായിട്ടുണ്ട് ഗെയിമിലൂടെ. ലോഡാവുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇമ്പോസ്റ്റർ ആവുകയാണെങ്കിൽ സൂപ്പറാണ്, അല്ലെങ്കിൽ ക്രിയോമേറ്റ് ആയിരിക്കും. ഇമ്പോസ്റ്റർ ആയിരിക്കുന്നു ഗൈസ്. 3 ആ ഒരു ഇമ്പോസ്റ്ററാണ്. ഷേപ്പ് ഷിഫ്റ്ററാണ്. എനിക്ക് മാറാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് മാത്രമേ ഈ റെഡ് കളർ കാണിക്കത്തുള്ളൂ. ഈ ഇമ്പോസ്റ്റർ ആയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരാണ് ഇമ്പോസ്റ്റർ എന്ന്. ബാക്കി എല്ലാവർക്കും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ കൊല്ലുക എന്നാണ് നമ്മളെ ഗെയിം. അപ്പോൾ ഒരാൾ കൊന്നിട്ടുണ്ട് നമ്മുടെ ടീമിൽ. റിപ്പോർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഈ വേറെ നമുക്കിപ്പോൾ ആരെങ്കിലും പേര് പറഞ്ഞാൽ അവരെ വോട്ട് ചെയ്യാം. കുറേ വോട്ടുള്ളവർ എന്തായാലും പുറത്താവും. ഇമ്പോസ്റ്റർ അല്ലെങ്കിൽ പോലും പുറത്താവും. അതാണ് ഗെയിമിൻ്റെ റൂൾസ്. ഗൈസ്, എൻ്റെ ടീമിൽ ഒരാളെ പേരാരെ വിളിച്ച് പറയുന്നു. നമ്മൾ പറയേണ്ട അതാ നമ്മളും കൊടുക്കും. നമ്മൾ ടീമായാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. അതാണ് പ്രശ്നം ഗെയിമിൻ്റെ. നമ്മൾ ആരെടുത്തും പറയരുത്. അതാണ് ഗെയിമിൻ്റെ ഇത്. അല്ലെങ്കിൽ വൈബങ്ങ് പോകാനില്ല. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്ക്. സെറ്റായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഉറപ്പ് പറയാം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മളെ ഫ്രണ്ട്സായിട്ടൊക്കെ എല്ലാ ദിവസവും കളിക്കാറുണ്ട് ഈ ഗെയിം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും വരും. നമുക്ക് വേറെ ആരെങ്കിലും വോട്ട് ചെയ്യാം. റെഡ് കളറിലായിരിക്കുന്ന എല്ലാവരും ഇമ്പോസ്റ്ററാണ്. ഒരാൾ ഞാനുമാണ്. 3 പേരാണ്. എനിക്ക് ഭാഗ്യത്തിന് വോട്ട് വന്നില്ല. നമ്മുടെ ടീമിൽ ഒരാൾ ഇപ്പോൾ പുറത്തായി. ഇനി നമ്മൾ 2 പേരും. ഒരാൾ എങ്ങനെയാണ് ഇവരെല്ലാവരെയും കൊന്നിട്ട് കളി ജയിക്കണം. ഇത് അറിഞ്ഞാൽ പിന്നെ അവർ ജയിക്കും. നമ്മളെ അടുത്ത് എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഇപ്പോൾ കൊന്നിരുന്ന് ഇപ്പോൾ പണി വാളിയനെ ഷേപ്പ് ഷിഫ്റ്റർ ആക്കാം നമുക്ക്. നമ്മൾ മാറിയിട്ടുണ്ട്. വേറെ ഒരാളെ പേര് വെച്ചാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേമ കൊന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ റിപ്പോർട്ട് അടിക്കുക ആരെങ്കിലും. നമുക്കിതിൻ്റെ പ്രാങ്ക് ആക്കാം എല്ലാവരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഷേപ്പ് ഷിഫ്റ്റർ കിട്ടിയാൽ നമുക്ക് ഇപ്പോൾ വേറെ ഒരാൾ ഇതിലല്ലേ നമ്മൾ വരുന്നത്. ഇപ്പോൾ അവർ പേര് പറയും. നമ്മളെ പിടിക്കില്ലെന്നാണ്. ഇനി നമ്മളെ പിടിക്കുമോ ഇല്ലേ എന്നൊന്നും അറിയാൻ വയ്യ. വേറെ ഒരാൾ കള്ളമൊക്കെ പറയുന്നുണ്ട്. നമുക്കെന്തായാലും കളി വെയിറ്റ് ചെയ്താ എങ്ങനെയാണ് ഇതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഉറപ്പ് ഞാൻ തരാം. നിങ്ങളിപ്പോൾ വെക്കേഷൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു കോളൊക്കെ ചെയ്ത് ഇതായിട്ട് ഇങ്ങനെ കളിച്ചാൽ നല്ല വൈബായിരിക്കും. സത്യം. ഞാൻ നേരത്തെ ഷേപ്പ് ഷിഫ്റ്റ് ആക്കി ആളെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതാണ് ഇതിൻ്റെ ഇത്. ബൈ ബൈ, ടാറ്റ, ഓക്കെ.
ഞാൻ നേരത്തെ ഇവൻ്റെ ഇതാണ് ആക്കിയത്. അവർ തന്നെയാണ് ഇപ്പോൾ ഇതിൽ പറയണത്. ഇപ്പം നമ്മളെ ഷേപ്പ് ഷിഫ്റ്റ് ആയ നമ്മളാണെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മളാക്കിയ ഇപ്പം അവരാണെന്ന് സംശയിക്കുള്ളൂ. അതുകൊണ്ടേ പോയി. എനിക്കൊരു ഓട്ടോ പോലും വന്നില്ല. അതാണ് ഇതിൻ്റെ ഇത്. സോറിയുടെ പോലെ. ഓക്കെ, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ആരെങ്കിലും എല്ലാവരും മുമ്പേ വെച്ച് കഴിഞ്ഞാൽ കൊല്ലാം. ഇവിടെ ഇപ്പം ഇല്ലാത്ത ആരുണ്ട്? സാബോട്ടേജ് ഇപ്പം അടിക്കണ്ട. ഷിഫ്റ്റ് ഇവിടെ അടുത്ത് ആരും ഇല്ലല്ലോ. ഇവിടെ ആരും ഇല്ല. നമുക്ക് ഷിഫ്റ്റ് മാറ്റാം. ഷിഫ്റ്റ് ഇപ്പോൾ മാറും. സാബോട്ടേജ് അടിക്കുക. ഒന്നുകൂടെ നമ്മൾ സെറ്റാക്കി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് പോയി കൊല്ലുക. നമുക്ക് ആരായാലും പിടിക്കപ്പെടില്ല എന്നൊരു. പക്ഷേ ഇവിടെ ആരും ഇല്ല ഗൈസ്. നമ്മൾ മാറിയാൽ സേഫ് ഷിഫ്റ്റ് ഇച്ചിരി നേരെ കാണത്തുള്ളൂ. അതാണ് കുഴപ്പം. നമ്മൾ ഞാൻ ആക്കിയ ആൾ തന്നെ ഇപ്പോൾ എന്നെ കാണും ഗൈസ്. ഞാൻ കളർ മാറിയിട്ടുണ്ട്. ഞാനിന്ന് സേഫ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നടക്കപ്പുറത്ത് യുദ്ധം. ആരെ കാണാനും ഇല്ല. ഇനി പിന്നെ സേഫ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും. ഇവിടെ ഒന്നും ആരും ഇല്ല. ഒന്നുകൂടെ സെറ്റാക്കേണ്ടി വരും. ഞാൻ പിന്നെ ഒന്ന് സാബോട്ടേജ് അടിച്ചു. നമ്മൾ ജയിച്ചിരിക്കുന്ന ഗൈസ്. എല്ലാവരും ഔട്ടായിട്ടുണ്ട്. നമ്മൾ ജയിച്ചു. ഇതാണ് കളി. ഇതാണ് വൈബ് ഗൈസ്. ഇതാണ് നമ്മൾ ഈ എംഎംഗ് എസ് ഗെയിമിൽ പ്രത്യേകത. നമ്മളിപ്പോൾ കൺവിൻസിങ് ആണെങ്കിൽ കൺവിൻസിങ് ഇത്രയേ ഉള്ളൂ. ഫുള്ളിതാണ്. നമുക്ക് കൺവിൻസ് ചെയ്യാം അവരെ. നമ്മളല്ലാത്ത രീതിയിൽ വരെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാവരും നമ്മൾ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും അറസ്റ്റായി പോയി കാണും. രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഗെയിം എന്ന് വെച്ചാൽ സൂപ്പറാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിയായിട്ടൊക്കെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുക. ഇതാണ് എംഎംഗ് എസ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കിടിലം വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും.